ഹലോ എല്ലാവർക്കും നമസ്കാരം. ശ്രീഹാസ് വേൾഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ ഞങ്ങളുടെ പഴനി മധുര രാമേശ്വരം യാത്രയുടെ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. 3 ദിവസത്തെ യാത്രയായിരുന്നു. കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഞങ്ങൾ യാത്ര തുടങ്ങി. ഉച്ചയ്ക്ക് 12 മണിക്കുള്ള ട്രെയിൻ നമ്പർ 16160 മാക് ചെന്നൈ എക്സ്പ്രസിൽ പാലക്കാട് വരേക്കുള്ള ടിക്കറ്റ് ഞങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്നു. പകലായതുകൊണ്ട് സെക്കൻഡ് സിറ്റിംഗ് ആണ് ബുക്ക് ചെയ്തത്. ട്രെയിൻ അരമണിക്കൂർ വൈകിയാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് 1:40 എത്തേണ്ട ട്രെയിൻ പാലക്കാട് എത്തിയത് ഏതാണ്ട് 2:30 റെയിൽവേ സ്റ്റേഷന് പുറത്തുള്ള ഹോട്ടലിൽ നിന്നും ഉച്ചഭക്ഷണം കഴിച്ച ശേഷം വൈകിട്ട് 4:30 ട്രെയിൻ നമ്പർ 22652 പാലക്കാട് മാസ് എക്സ്പ്രസിൽ പഴനിക്കുള്ള യാത്ര തുടർന്നു. അച്ഛനും അമ്മയും ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് വിശ്രമിക്കാലോ എന്ന് കരുതി സ്ലീപ്പർ ടിക്കറ്റാണ് ഞങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്തത്. ട്രെയിൻ കൃത്യസമയത്ത് തന്നെ പാലക്കാട്ട് നിന്നും പുറപ്പെട്ടു. ഈ യാത്ര വളരെ മനോഹരമായിരുന്നു. ട്രെയിനിൽ നിന്നും പുറത്തേക്കുള്ള കാഴ്ച പാലക്കാടിൻ്റെ യഥാർത്ഥ ഭംഗി കാണിച്ചു തന്നു. തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കും തോറും കാഴ്ചകൾ മാറി തുടങ്ങി. കാറ്റാടി പാടങ്ങളിലൂടെയുള്ള യാത്രയായി പിന്നീട് അങ്ങോട്ട്. ട്രെയിൻ 6:20 പഴനി റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്നും അടിവാരത്തേക്ക് ബസ് സർവീസ് ഉണ്ട്. ഒരാൾക്ക് 10 രൂപയാണ് ചാർജ്. ഞങ്ങൾ സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ തന്നെ ബസ് അവിടെ ഉണ്ടായിരുന്നു. ബസ്സിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. 10 മിനിറ്റിൽ അടിവാരത്തെത്തി. അവിടെ നിന്നും നടക്കാനുള്ള ദൂരമേ ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്കുണ്ടായിരുന്നുള്ളൂ. വാലൻ ടെമ്പിൾ വ്യൂ ഹോട്ടൽ ആണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. അത്യാവശ്യം നല്ല വൃത്തിയും ആംബിയൻസുമുള്ള ഹോട്ടൽ. ഫ്രഷ് ആയതിനു ശേഷം അമ്പലത്തിലേക്ക് പോയി. വിഞ്ച് ട്രെയിൻ വഴി പോവാമെന്നു കരുതി. ട്രെയിൻ ടിക്കറ്റ് രാത്രി 7:30 വരെ കിട്ടുകയുള്ളൂ. ടിക്കറ്റ് ഒന്നിന് 50 രൂപയാണ് ചാർജ്. ക്ഷേത്രത്തിലേക്ക് മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ പാടില്ല. കാൽനടയായി മല കയറുന്നത് 8 മണി വരെയുണ്ട്. അതിനുശേഷം കയറ്റില്ല. ക്ഷേത്രം 9 മണിക്ക് അടയ്ക്കും. ദർശനത്തിനു വേണ്ടി ഫ്രീ ക്യൂ, 10 രൂപ ക്യൂ, 100 രൂപ ക്യൂ എല്ലാം ഉണ്ട്. തിരക്കനുസരിച്ച് ക്യൂ തിരഞ്ഞെടുക്കാം. ദർശനത്തിനു ശേഷം പ്രസാദവും വാങ്ങി വിഞ്ചിൽ തന്നെ തിരിച്ചിറങ്ങി. 2-ാം ദിവസം രാവിലെ 5 മണിക്ക് മല കയറി തൊഴുതിറങ്ങി. രാവിലെ കാൽനടയിൽ തന്നെ കയറി. തുടർന്ന് അടിവാരം ഒന്ന് ചുറ്റിക്കണ്ടു. അടിവാരത്ത് ഫ്രീ ഷട്ടിൽ ബസ് ഉണ്ട്. നമുക്കത് ആവശ്യാനുസൃതം ഉപയോഗിക്കാം. ദേവസ്വം വക റൂമുകളും ഫ്രീ മുടിമുണ്ടനം ചെയ്യുന്ന ഇടങ്ങളും മൊബൈൽ ചെരുപ്പ് സൂക്ഷിക്കുന്ന കൗണ്ടറുകളും ഉണ്ട്. പഴനിയിൽ നിന്നും പ്രഭാത ഭക്ഷണത്തിനു ശേഷം മധുരയിലേക്ക് ഞങ്ങൾ യാത്ര തുടർന്നു. പഴനി ബസ് സ്റ്റാൻഡിൽ നിന്നും രാവിലെ 10 മണിക്ക് ഒരു പ്രൈവറ്റ് ബസ്സിലാണ് ഞങ്ങൾ യാത്ര തുടർന്നത്. രാവിലെ 8:30 ഒരു ട്രെയിനുണ്ട്. അത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഞങ്ങൾ കുറച്ച് വൈകിയതുകൊണ്ട് ആ ട്രെയിൻ കിട്ടിയില്ലായിരുന്നു. ബസ് ഏകദേശം 3 മണിക്കൂറിനടുത്ത് എടുത്തു മധുരയിലെത്താൻ. 12:45 ആയപ്പോഴാണ് മധുരയിലെത്തിയത്. അവിടെ നിന്നും ടെമ്പിൾ ബസ് മാർഗമോ ഓട്ടോ മാർഗമോ മധുര മീനാക്ഷി ക്ഷേത്രത്തിലെത്താം. ഉച്ചയ്ക്ക് 12 മണിക്ക് ക്ഷേത്രം നട അടയ്ക്കും. പിന്നീട് 3:30 മുതലേ ദർശനം അനുവദിക്കുകയുള്ളൂ. ഉച്ചയ്ക്ക് എത്തിയതുകൊണ്ട് 3:30 വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഈ സമയം ചുറ്റുപാടും ഒന്ന് ചുറ്റിക്കണ്ടു. ക്ഷേത്രത്തിൽ റിനോവേഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ക്ഷേത്ര ഗോപുരങ്ങളുടെ മനോഹാരിത പൂർണ്ണമായും ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. ക്ഷേത്രത്തിനകത്ത് മൊബൈൽ തുടങ്ങിയ ഇലക്ട്രോണിക് വസ്തുക്കൾ കർശനമായി നിരോധിച്ചിരിക്കുന്നു. ചെരുപ്പുകളും മൊബൈലുകളും ലഗേജും എല്ലാം സൂക്ഷിക്കാൻ ക്ലോക്ക് റൂമുകൾ അവൈലബിൾ ആണ്. മധുര മീനാക്ഷി ക്ഷേത്രം ഒരു വിസ്മയമാണ്. ക്ഷേത്രത്തിൻ്റെ ദൃശ്യചാരുത മുഴുവനായി ആസ്വദിക്കാൻ ഒരു മുഴുവൻ ദിവസം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും തിരിച്ചു വരുമെന്ന് മനസ്സിൽ ഉറപ്പിച്ചാണ് അമ്മയെ തൊഴുതിറങ്ങിയത്. പിന്നീട് രാമേശ്വരത്തേക്കുള്ള യാത്ര തുടർന്നു. മധുരൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വൈകിട്ട് 6:10 മധുരൈ രാമേശ്വരം പാസഞ്ചർ ഉണ്ട്. പാസഞ്ചർ ആയതുകൊണ്ട് ടിക്കറ്റ് മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്നില്ല. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ കയറി. പാമ്പൻ പാലം എല്ലാം കടന്ന് ട്രെയിൻ രാത്രി 10 മണിയോടെ രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്നും ഓട്ടോ മാർഗം നേരത്തെ ബുക്ക് ചെയ്ത ക്ഷേത്രത്തിനടുത്തുള്ള ആരസൻ ഇന്റർനാഷണൽ ഹോട്ടലിലെത്തി. രാത്രി ആയതുകൊണ്ട് ഫുഡ് കിട്ടാൻ കുറച്ചു ബുദ്ധിമുട്ടി. എങ്കിലും അവസാനം ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡ് സ്പോട്ട് കണ്ടെത്തി. 3-ാം ദിവസം രാവിലെ എണീറ്റ് അഗ്നിതീർത്ഥത്തിൽ പിതൃതർപ്പണത്തിനും ദമ്പതി സ്നാനത്തിനും വേണ്ടി പോയി. ഒരുപാട് കർമ്മികൾ ഇതിനുവേണ്ടി അവിടെയുണ്ട്. പലരും പല വിലയും പറയും. നമുക്ക് കൺവീനിയൻ്റ് ആയത് തിരഞ്ഞെടുക്കുക. കർമ്മങ്ങൾക്ക് ശേഷം 22 തീർത്ഥക്കുള സ്നാനവും ചെയ്തു. പിന്നീട് ഹോട്ടലിൽ വന്ന് ഡ്രസ് ചേഞ്ച് ചെയ്തതിനു ശേഷം ക്ഷേത്ര ദർശനം നടത്തി. ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പ്രത്യേകം റൂമുകൾ അവൈലബിൾ ആണ്. ഞങ്ങളുടെ ഹോട്ടൽ അടുത്തായതുകൊണ്ട് അവിടെ പോയി എന്നു മാത്രം. ഇവിടെ മൊബൈൽ ഫോൺ അലൗഡ് ആണ്. പക്ഷേ വീഡിയോസ് ഒന്നും എടുക്കാൻ പാടില്ല.
ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ടെമ്പിൾ കോറിഡോർ ഉള്ള ക്ഷേത്രമാണ് രാമേശ്വരം. ക്ഷേത്രത്തിനകത്തെ കാഴ്ചകളെല്ലാം ആസ്വദിച്ചതിനു ശേഷം കുറച്ചുനേരം റൂമിൽ പോയി വിശ്രമിച്ചു. വൈകിട്ട് 3 മണിക്ക് അഗ്നി തീർത്ഥത്തിൽ നിന്നും ബസ് മാർഗം അരിഞ്ചാൽ മുനി കാണാൻ പോയി. ഇവിടെയാണ് ബേ ഓഫ് ബംഗാളും ഇന്ത്യൻ ഓഷ്യനും സംഗമിക്കുന്നത്. രാമസേതു വ്യൂ പോയിന്റും ഇവിടെയാണുള്ളത്. തിരിച്ച് ബസ് മാർഗം തന്നെ ഹോട്ടലിൽ പോയി ലഗേജും എടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയി. അഗ്നിതീർത്ഥത്തിൽ നിന്നും അരിഞ്ചാലിലേക്ക് 30 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. സ്ത്രീകൾക്ക് ഫ്രീ ആണ്. രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രാത്രി 7:55 ബുധനാഴ്ചകളിൽ മാത്രം കോയമ്പത്തൂരിലേക്ക് ട്രെയിൻ നമ്പർ 16617 രാമേശ്വരം CBE എക്സ്പ്രസ് ഉണ്ട്. രാവിലെ 6:30 CBE ജംഗ്ഷനിലെത്തും. ഇവിടെ ഞങ്ങൾ 3rd AC ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. സുഖമായി ഉറങ്ങി രാവിലെ കോയമ്പത്തൂരെത്തി. ഇത്രയൊക്കെയുള്ള നമ്മുടെ യാത്രാവിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.